ഇത് 28/3/2025 കാസർഗോഡ് ജില്ല ചീമേനിയിൽ ഞാൻ നടത്തിയ ഒരു എക്സിബിഷനാണ്. ഇവിടെ വന്നിട്ട് കാണാൻ പറ്റാത്തവർക്ക് ഈ എക്സിബിഷൻ ഞാൻ കാണിച്ചിരുന്നു. ഇത് കാനനൂർ ഫിലാറ്റലി ക്ലബിൻ്റെ ഒരു ബോക്സാണ്. ഇതിനുള്ളിൽ വെച്ച നാണയം എൻ്റേതാണ്. അപ്പോൾ നാണയത്തിൽ ആദ്യം 2013 റിസർവ് ബാങ്കിൽ ബുക്ക് ചെയ്ത 1000 രൂപേൻ്റെ നാണയമുണ്ട്. ഇത് തഞ്ചാവൂരിലെ ബൃഹദേശ്വര അമ്പലത്തിൻ്റെ 1000 വർഷം പ്രമാണിച്ച് ഇറങ്ങിയ നാണയമാണ്. ഇത് വെള്ളി നാണയത്തിൽ പകുതി വെള്ളിയായതുകൊണ്ട് ഇതിന് വില അന്നേരം 5000 രൂപ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇറങ്ങിയ വാജ്പേയിൻ്റെ നാണയം അതേപോലെ 500 രൂപേൻ്റെ നാണയത്തിലും കുറച്ച് വില കുറഞ്ഞിട്ടുണ്ട്, വെള്ളീൻ്റെ വില കുറഞ്ഞതുകൊണ്ട്. ഓക്കെ, ഇതൊരുപാട് ബണ്ടലുകളാണ്. 1 രൂപ, 2 രൂപ, അങ്ങനത്തെ 5 രൂപേൻ്റെ ഒക്കെ ബണ്ടിലാണ്. ഒരു ബണ്ടിൽ 100 നോട്ടാണ് ഉണ്ടാവല്. ഇതേപോലെ ഇപ്പോൾ 10 രൂപേൻ്റെ നോട്ട് അച്ചടിക്കുന്ന നിർത്തി എന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ ബണ്ടിൽ ആരുടെ ടൈമിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കണക്ക് തന്ന് സഹായിക്കുക. AV വാജ്പേയിൻ്റെ ഒരു സ്പെഷ്യൽ കവറാണ്. ഇത് ഒരുപാട് 5 രൂപേൻ്റെയും 10 രൂപേൻ്റെയും നാണയങ്ങളാണ്. ഇതൊക്കെ പഴയ നാണയങ്ങളും അതേപോലെ ഗാന്ധിജീൻ്റെ ഒരുപാട് ഗാന്ധിജിയുടെ ഏകദേശം 120-ലധികം സ്റ്റാമ്പുകളുണ്ട്. വ്യത്യസ്തങ്ങളായ രാജ്യങ്ങൾ പുറത്തിറക്കിയ ഗാന്ധിജീൻ്റെ സ്റ്റാമ്പുകളാണ്. എല്ലാം ഗാന്ധിജി സ്മരണയിലെ നാണയമാണ്. ഇത് ഗാന്ധിജി സ്മരണയിൽ ഇറങ്ങിയ 100 രൂപ, 5 രൂപ, 10 രൂപ, 2 രൂപ, 1 രൂപ നോട്ടുകളാണ്. ഈ ഗാന്ധിജീൻ്റെ ഒരു ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഒരു സ്റ്റാമ്പാണ്. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഒക്കെ ഒരുപാട് പോസ്റ്റർ. ഇത് ഗാന്ധിജീൻ്റെ 150ാം ബർത്ത് ആനിവേഴ്സറിക്ക് പുറത്തിറങ്ങിയ 25 രൂപ വില വരുന്ന 6 സ്റ്റാമ്പുകളാണ്. അതിൽ ഗാന്ധിജീൻ്റെ ചെറുപ്പം മുതലുള്ള ഫോട്ടോ ഒക്കെ അതിനകത്ത് ഛായം ചെയ്തിട്ടുണ്ട്. ഗാന്ധിജി പഠിച്ച സ്കൂളിൻ്റെ ഒരു ക്യാൻസലേഷനാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ, ഗാന്ധിജീൻ്റെ ഗുരു. ഇത് 2014 പുറത്തിറങ്ങിയ ഒരു സ്പെഷ്യൽ കവറാണ്. കാനനൂർ ഫിലാറ്റലി ക്ലബ്ബ് പുറത്തിറക്കിയ. ഇത് പയ്യന്നൂർ വെച്ചിട്ടാണ് പ്രകാശനം ചെയ്തത്. ഒരു 12/1/2014 അന്ന് ഗാന്ധിജി പയ്യന്നൂർ സന്ദർശിച്ചതിൻ്റെ 80ാം വർഷം പ്രമാണിച്ച് പുറത്തിറങ്ങിയ ഗാന്ധിജി സ്പെഷ്യൽ കവറാണ്. ഇത് 5/2/2014 നെടുമുടി വേണുവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഒരു സീലാണ്. അദ്ദേഹം 11/10/2021 അന്തരിച്ചു. നെടുമുടി വേണുവിൻ്റെ കയ്യൊപ്പ്. ഇതെല്ലാം ഒരുപാട് മിനിയേച്ചർ ഷീറ്റോട് കൂടിയ സ്റ്റാമ്പാണ്. ജീവിച്ചിരിക്കുന്ന വ്യക്തികളിൽ സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ സ്റ്റാമ്പ് 14/11/2013 ഭാരതീയ തപാൽ വകുപ്പ് പുറത്തിറക്കിയാണ്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ക്രിക്കറ്റ് ജീവിതം ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇതിൽ വിവിധ രൂപത്തിലുള്ള സ്റ്റാമ്പുകൾ എല്ലാം ബഹറിൻ്റെ ഉള്ള സ്റ്റാമ്പാണ്. ക്ലിൻ്റൻ്റെ സ്റ്റാമ്പ്, വിവിധ തലപ്പാവോട് കൂടിയ സ്റ്റാമ്പ്. ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രത്യേകത തലപ്പാവ്. മിനിയേച്ചർ ഷീറ്റാണ്. ഓക്കി സ്റ്റാമ്പ്. ഇതെല്ലാം ഏകദേശം ഒരു 100-120 രാജ്യത്തിൻ്റെ കറൻസി ഇതിലുണ്ടെന്ന് ഓടിച്ച് കാണിക്കുന്നത്. നമ്മളെ സുരേഷ് ഏട്ടൻ 2014 എഴുതി അയച്ചു തന്ന ഓട്ടോഗ്രാഫ് അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈപ്പടയിൽ എഴുതിയിട്ടുള്ളതാണ്. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു സുരേഷ് ഏട്ടൻ്റെ ഓട്ടോഗ്രാഫ് സ്വന്തമാക്കുക.
ഈ ഒപ്പ് 2017 അദ്ദേഹം പയ്യന്നൂർ വന്ന സമയത്ത് അദ്ദേഹത്തിനടുത്ത് നേരിട്ട് അദ്ദേഹം എഴുതിയ ഓട്ടോഗ്രാഫ് വാങ്ങിയതാണ്. പ്രധാനമന്ത്രിൻ്റെ ഓട്ടോഗ്രാഫുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓട്ടോഗ്രാഫുണ്ട്. ഇത് ഞാൻ പഠിച്ച SLC പഠിച്ച ബുക്ക്, ഒരുപാട് പഴയ ബുക്ക് മാഗസിനെല്ലാം ഉണ്ട്. പഴയ ആൻറ്റിക്ക് ടോർച്ച് എല്ലാം ഉണ്ട്. ലഹരി വിരുദ്ധ സ്റ്റാമ്പ്. ആവേശം ലോകകപ്പ് ഫുട്ബോളിൽ കേരളത്തിൽ നിന്ന് വൈറലായ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി ഭാരതീയ തപാൽ വകുപ്പ് പുറത്തിറക്കിയ പോസ്റ്റ് കാർഡ്. 16 പോസ്റ്റ് കാർഡ് ഇങ്ങനെ പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയൊരു സംഭവം ചക്കക്ക് ഇങ്ങനെ പെയിൻ്റടിച്ചിട്ടുള്ള ഒരു പോസ്റ്റാണ്. അതേമാതിരി മെസ്സിൻ്റെയും മറ്റും കട്ടൗട്ടർ, വലിയ കട്ടൗട്ടർ വൈറലായ ഇങ്ങനെ ഫുട്ബോൾ ചളിയിൽ നിന്നൊക്കെ കളിച്ചിട്ടുള്ള ഫോട്ടോ. ഇത് ഇന്ത്യൻ നേവൽ അക്കാദമീൻ്റെ ഒരു സ്പെഷ്യൽ കവറാണ്. 20/11/2019 പ്രസിഡൻ്റ് എവിടെ സന്ദർശിച്ച ആ വേളയിലാണ് ഈ സ്പെഷ്യൽ കവർ പുറത്തിറക്കിയിട്ടുള്ളത്. ഏഴിമല നേവൽ അക്കാദമി. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ കറൻസി റൂബിൾ. 1912 റഷ്യൻ്റെ റൂബിളിൻ്റെ ഇതാണ്. ഒരു വലിയ കറൻസി തന്നെയാണ്. ഇത് നമ്മൾ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന 1957 ഉപയോഗത്തിലുണ്ടായിരുന്ന 1000 രൂപേൻ്റെ വലിയ നോട്ടാണ്, പാള നോട്ട്. ഇതിൻ്റെ പുറകിലും ബൃഹദേശ്വര അമ്പലത്തിൻ്റെ ചിത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ബൃഹദേശ്വര അമ്പലത്തിൻ്റെ ഒരു സ്പെഷ്യൽ കവറാണ്. ഇതൊരു സ്റ്റാമ്പാണ് ബൃഹദേശ്വര അമ്പലത്തിൻ്റെ. ഇതിൽ ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായ നോട്ടുകളാണ്. എറർ നോട്ട്, കട്ടിങ് അധികൃത, 1 രൂപേൻ്റെ എല്ലാ തരത്തിലുള്ള നോട്ടുണ്ട്. 1 രൂപേൻ്റെ ഇയർ ബേസ് ആയിട്ടുള്ള 94 ലാസ്റ്റ് ഇറങ്ങിയ നോട്ടും പുതിയതായിട്ട് ഇറങ്ങിയ 2015 ഇറങ്ങിയ നോട്ടൊക്കെ ഉണ്ട്. ഇത് എറർ നോട്ടാണ്, നല്ല മഷി അധികമില്ല. ഇത് ബട്ടർഫ്ലൈ നോട്ടാണ്, 20 രൂപേൻ്റെ. ഇതിൻ്റെ അടിക്ക് ഒരു വാല് പോലെ കാണുന്നുണ്ട്, അതാണ് ബട്ടർഫ്ലൈ നോട്ട്. ഇതെല്ലാം 10 രൂപേൻ്റെ പഴയ നോട്ട്. ഇതെല്ലാം 20 രൂപേൻ്റെ പഴയ നോട്ട്. അങ്ങനത്തെ ഒരുപാട് നോട്ടുകളാണ്. ഇത് ശബരിമലയിലെ പിക്ചർ ക്യാൻസലേഷനാണ്. ഭാരതത്തിന് സ്വന്തമായി പിൻകോഡുള്ളത് രാഷ്ട്രപതിക്കും അതേപോലെ ശബരിമല അയ്യപ്പനുമാണ്. ശബരിമല ആ സീസണിൽ മാത്രമേ ആ പോസ്റ്റ് ഓഫീസ് തുറക്കാറുള്ളൂ. ഇത് നമ്മളെ സ്വന്തം പേരിൽ അടിക്കുന്ന സ്റ്റാമ്പാണ്, മൈ സ്റ്റാമ്പ്. ഇതിനൊക്കെ തളിപ്പറമ്പിൽ വെച്ചിട്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വക ഒരു ആദരവ് ഉണ്ടായിട്ടുണ്ട്. അതിന് 2021 ആ സമയത്ത് അവർ ഒരു പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വക മൈ സ്റ്റാമ്പ് സമ്മാനമായി തന്നെയാണ്. ഇത് മുമ്പേ ഞാൻ ആക്കി വെച്ച മൈ സ്റ്റാമ്പിൻ്റെ ഒരു ഫോട്ടോ ആണ്. ഇത് പഴയ അഞ്ചൽ, തിരുവിതാംകൂർ കൊച്ചി അഞ്ചൽ സ്റ്റാമ്പുകളാണ്. ഇത് കേരളത്തിൻ്റെ വ്യക്തിഗത സ്റ്റാമ്പിൽ ആദ്യത്തെ പ്രത്യക്ഷപ്പെട്ട ശ്രീനാരായണ ഗുരു മുതലുള്ള സ്റ്റാമ്പാണ്. ഏകദേശം 66ഓളം വ്യക്തിഗത പശ്ചാത്തല സ്റ്റാമ്പ് കേരളത്തിൻ്റേതായിട്ടുണ്ട്. അവസാനമായിട്ട് ഇറങ്ങിയ പരശുരാമൻ്റെ സ്റ്റാമ്പാണ് ഈ 2023 ഇറങ്ങിയ പരശുരാമൻ്റെ സ്റ്റാമ്പ്. പശ്ചാത്തല സ്റ്റാമ്പിൽ അവസാനമായിട്ട് ഇറങ്ങിയത് കളരിപ്പയറ്റിൻ്റെ ഒരു സ്റ്റാമ്പാണ്. നമ്മളെ തപാൽ സ്റ്റാമ്പിൽ കണ്ണൂർക്കാരൻ AKG സ്റ്റാമ്പ്, EMSൻ്റെ സ്റ്റാമ്പുണ്ട്, ശിഹാബ് തങ്ങളുടെ സ്റ്റാമ്പുണ്ട്. അങ്ങനെ ജ്ഞാനപീഠ അവാർഡ് നേടിയ ജി ശങ്കരക്കുറുപ്പ്, SK പൊറ്റക്കാട്, തകഴി ശിവശങ്കരപ്പിള്ള ഇവർ 3 ആളും ഒരു ദിവസം ഇറങ്ങിയതിന് 9/10/2023. അൽഫോൺസ് അമ്മേൻ്റെ സ്റ്റാമ്പ് 2 തവണ ഇറങ്ങിയിട്ടുണ്ട്. അതേമാതിരി VK കൃഷ്ണമേനോന് 2 തവണ ഇറങ്ങിയിട്ടുണ്ട് സ്റ്റാമ്പ്. ഇതൊക്കെ കേരള ടീമിൽ വരുന്ന എല്ലാ സ്റ്റാമ്പും കംപ്ലീറ്റായി.
ഇതൊക്കെ ഞാൻ 5ാം തരത്തിൽ തുടങ്ങുമ്പോൾ തുടങ്ങിയ സ്റ്റാമ്പ് ശേഖരണമാണ്. ഇപ്പോൾ എനിക്ക് 45 വയസ്സായി. ഇപ്പോഴും ഞാനത് ഭദ്രതയോടെ കൊണ്ട് നടക്കുന്നു. പഴയ മാഗസിൻ കളക്ഷനായാലും കറൻസി ശേഖരണമായാലും നമ്മളെ നാണയ സ്റ്റാമ്പ് ശേഖരണ പ്രേമികൾ എല്ലാ മാസവും അവസാന ഞായറാഴ്ച കണ്ണൂർ പോലീസ് ക്ലബ്ബിൽ ഒത്തുചേരാറുണ്ട്. ഇതേപോലെ കൈമിൽ അധികമുള്ള കറൻസികൾ കൈമാറ്റം ചെയ്യാം. അതുപോലെ പുതിയതായിട്ട് ഇറങ്ങിയ നാണയത്തിൻ്റെ വിവരങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടാറുണ്ട്. എല്ലാ മാസവും അവസാന ഞായറാഴ്ച കണ്ണൂർ പോലീസ് ക്ലബ്ബിലാണ് കേനന്നൂർ ഫിലാറ്റലിക് ക്ലബിൻ്റെ മീറ്റിംഗ് നടക്കാറുള്ളത്. 3 വർഷം കൂടുമ്പോൾ ഒരു വലിയ എക്സിബിഷൻ ഇപ്രാവശ്യം 2025 ഒക്ടോബർ മാസം നടക്കുന്നുണ്ട്. EMS ഹാളിൽ, ഭരണശ്ശേരി EMS ഹാളിൽ കണ്ണൂരിൽ വെച്ച് നടക്കുന്നുണ്ട്.